ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 10ാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി മസ്കറ്റ് ഇന്ത്യൻ എംബസി മസ്കറ്റ് ഇന്ത്യൻ സ്കൂളുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മർഹബൻ യോഗ പ്രദർശന പരിപാടി ഇന്നരങ്ങേറും. വൈകുന്നേരം 7:15 മുതൽ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 24684514 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും 7 മണിക്ക് മുമ്പായി സ്ഥലത്തെത്തണമെന്നും എംബസി അധികൃതർ നിർദ്ദേശിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരക്കണക്കിന് പേരാണ് മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ യോഗ പ്രദർശനത്തിൽ പങ്കാളികളായത്. സ്വദേശി പ്രമുഖർ, വിവിധ വിദേശി സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, പ്രവാസികൾ, കുട്ടികൾ ഉൾപ്പെടെ പരിപാടിയിൽ ഇത്തവണയുമെത്തും. യോഗയെ പരിചയപ്പെടുത്തുന്ന സെഷനുകളും അരങ്ങേറും. ഖരീഫ് സീസണ് ഇന്ന് ഔദ്യോഗിക തുടക്കം. സെപ്റ്റംബർ 21 വരെ തുടരുന്ന വസന്ത ദിവസങ്ങൾ ആസ്വദിക്കാൻ ഇനി ലക്ഷങ്ങളാണ് ദോഫാറിലെത്തുക. ദേശീയ സ്ഥിതിവിവര വിഭാഗം, ഒമാൻ വിനോദസഞ്ചാര മന്ത്രാലയം എന്നിവയുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ സന്ദർശകരുടെ കണക്കെടുപ്പ് ആരംഭിക്കും. അതേസമയം മഴ വൈകുന്നതിനാൽ ദോഫാർ ഇനിയും പൂർണ്ണമായി പച്ചപ്പിലായിട്ടില്ല. മഴ കാത്ത് കഴിയുകയാണ് ദോഫാറിലെ മലകളും താഴ്വരകളും. മസ്കറ്റ് ഉൾപ്പെടെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് സലാലയിൽ ചൂട് കുറവാണെങ്കിലും ഖരീഫിന്റെ വിശേഷമായ ഹരിതാഭയും മഞ്ഞും ചാറ്റൽ മഴയും രൂപപ്പെടാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ വേണ്ടിവരും. ജൂലൈ ആദ്യവാരത്തോടെ അന്തരീക്ഷം പാകപ്പെടുമെന്നാണ് ഇവിടുത്തുകാർ പ്രതീക്ഷിക്കുന്നത്. വരുമാഴ്ചകളിൽ രാജ്യത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് സലാലയിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുക. ടൂറിസ്റ്റുകളുടെ വരവിനോടനുബന്ധിച്ച് ടൂറിസം മന്ത്രാലയത്തിന്റെയും ദോഫാർ ഗവർണറേറ്റിന്റെയും കീഴിൽ എല്ലാവിധ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. GCC രാഷ്ട്രങ്ങളിൽ നിന്നും വിമാന കമ്പനികൾ ഇതിനോടകം ഖരീഫ് കാല പ്രത്യേക സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. GCC അടക്കമുള്ള രാജ്യങ്ങളിൽ ചൂട് ശക്തമാകുമ്പോൾ സലാലയിലെ തണുപ്പ് ആഘോഷിക്കാൻ എത്തുന്നവർക്ക് വരും ദിവസങ്ങളിൽ പച്ചപ്പും ചാറ്റൽ മഴയും ഏറെ ആസ്വാദ്യകരമായിരിക്കും. GCC രാജ്യങ്ങളിൽ നിന്നും ഒമാനിലെ മസ്കറ്റ് അടക്കമുള്ള മേഖലയിൽ നിന്നുമാണ് സലാലയിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്താറുള്ളത്. ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കങ്ങൾ അധികൃതർ പൂർത്തിയാക്കിയിട്ടുണ്ട്. സീസൺ സമയത്തെ ഗതാഗതം എളുപ്പമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചു. ഗവർണറേറ്റിൽ ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് വാണിജ്യ മേഖലയിലെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും അധികൃതർ നിരീക്ഷിക്കുന്നുണ്ട്. ചരക്കുകളുടെയും ഭക്ഷ്യസേവനങ്ങളുടെയും വിതരണം, വാണിജ്യ ബാങ്കുകളുടെ സേവനം, ഗ്യാസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് സർക്കാർ, സ്വകാര്യ ഏജൻസികൾ നൽകുന്ന സൗകര്യങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാനും അധികൃതർ ശ്രമം നടത്തും. ദോഫാറിലെയും ഗവർണറേറ്റിലേക്കുള്ള പാതയിലെയും ഇന്ധന കേന്ദ്രങ്ങളിൽ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഖരീഫ് കാലത്ത് ദോഫാർ 10 ലക്ഷത്തോളം സഞ്ചാരികളാണ് സന്ദർശിച്ചത്. 2023 ജൂൺ 21 മുതൽ സെപ്റ്റംബർ 21 വരെയുള്ള കാലയളവിൽ 9,62,000 പേർ സലാലയിലെത്തി. 2022 ഇതേ കാലയളവിൽ സഞ്ചാരികൾ 81,30,000 ആയിരുന്നു എന്നും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 103 ദശലക്ഷം ഒമാനി റിയാലാണ് ഖരീഫ് സന്ദർശകർ ദോഫാറിൽ ചെലവഴിച്ചത്. 2022 ഇത് 86 ദശലക്ഷമായിരുന്നു. ഖരീഫ് സഞ്ചാരികളിൽ പകുതിയിലധികവും ഒമാനി പൗരന്മാരായിരുന്നു എന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 6,66,307 സ്വദേശികളാണ് കഴിഞ്ഞ തവണ ദോഫാറിലെത്തിയത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും 1,90,853 സന്ദർശകരുമെത്തി. ആകെ സഞ്ചാരികളിൽ 19.8%. 68,100 സന്ദർശകർ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും 31,214 പേരും യൂറോപ്പിൽ നിന്നും 1,982 പേരും ഖരീഫ് സീസൺ ആസ്വദിക്കാൻ സലാലയിലെത്തി. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ റെക്കോർഡ് താഴ്ചയിൽ. 83.65 എന്ന നിലയിലായിരുന്നു ഇന്നലത്തെ മൂല്യം. ഇതിന് അനുബന്ധമായി വിനിമയ നിരക്കും കുത്തനെ ഉയർന്നു. ഒരു റിയാലിന് 217.35 രൂപയാണ് വിവിധ പണമിടപാട് സ്ഥാപനങ്ങൾ നൽകിയത്. എക്കാലത്തെയും ഉയർന്ന വിനിമയ നിരക്കാണിത്. പ്രവാസികൾക്ക് കൂടുതൽ തുക നാടുകളിലേക്ക് അയക്കാനും സാധിച്ചു. ഓഹരി വിപണിയിൽ നിന്നും വൻതോതിൽ വിദേശ നിക്ഷേപം കൊഴിയുന്നതും പൊതുമേഖലാ എണ്ണക്കമ്പനികൾ ഡോളർ വാങ്ങിക്കൂട്ടുന്നതുമാണ് രൂപയ്ക്ക് തിരിച്ചടിയാകുന്നത്. രൂപയുടെ മൂല്യം വലിയ തോതിൽ ഇടിയുന്നത് തടയിടാൻ സാധാരണ റിസർവ് ബാങ്ക് ശ്രമിക്കാറുണ്ട്.
പൊതുമേഖലാ ബാങ്കുകൾ വഴി വിദേശ നാണയ ശേഖരത്തിൽ നിന്നും ഡോളർ വൻതോതിൽ വിറ്റൊഴിഞ്ഞതായിരിക്കും ഇത്. എന്നാൽ ഇന്നലെ റിസർവ് ബാങ്ക് ഇത്തരം രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നില്ലെന്നതും രൂപയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതും രൂപയ്ക്ക് സമ്മർദ്ദമാകുന്നുണ്ട്. ഇതാണ് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ ഡോളർ വൻതോതിൽ വാങ്ങിക്കൂട്ടാൻ കാരണം. ഈ വർഷത്തെ ഒമാനിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടന സംഘങ്ങൾ മടങ്ങിയെത്തുന്നു. ഹജ്ജ് മിഷൻ സംഘമാണ് ബുധനാഴ്ച മസ്കറ്റിലെത്തിയത്. സീബ് എയർബേസിൽ റോയൽ എയർഫോഴ്സ് വിമാനത്തിലെത്തിയ സംഘത്തെ മന്ത്രാലയം പ്രതിനിധികളും സൈനിക മേധാവികളും ചേർന്ന് സ്വീകരിച്ചു. വിദേശികൾ ഉൾപ്പെടെയുള്ള മറ്റ് ഹജ്ജ് സംഘങ്ങൾ വരും ദിവസങ്ങളിൽ തിരികെയെത്തും. ഈ മാസം ആദ്യവാരത്തിനിടയിലാണ് ഒമാൻ ഹജ്ജ് മിഷൻ സംഘം ഒമാനിൽ നിന്നും പുണ്യഭൂമിയിലേക്ക് തിരിച്ചത്. ഔഖാഫ് മതകാര്യ മന്ത്രാലയം പ്രതിനിധികൾ, വിവിധ മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, റോയൽ ഒമാൻ പോലീസ്, ഈ വർഷം ഹജ്ജ് നിർവഹിക്കുന്ന മറ്റ് ഔദ്യോഗിക പ്രതിനിധികൾ, മെഡിക്കൽ സംഘം, ഫത്വകളും മതപരമായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നവർ എന്നിവരാണ് ഹജ്ജ് മിഷൻ സംഘത്തിലുണ്ടായിരുന്നത്. ഒമാനിൽ നിന്നും വരുന്ന ഹാജിമാരെ സേവിക്കുന്നതിലും അവർക്ക് കർമ്മങ്ങൾ എളുപ്പത്തിലാക്കാനുമുള്ള പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഒമാനിൽ നിന്നുള്ള ഹജ്ജ് മിഷൻ പ്രതിനിധി സംഘം. ഫിഫ റാങ്കിങ്ങിൽ ഒമാൻ സ്ഥാനം മെച്ചപ്പെടുത്തി. സമീപകാല പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിഫ പുറത്തുവിട്ട ജൂണിലെ റാങ്കിങ്ങിൽ ഒരു സ്ഥാനം മുകളിലേക്ക് ഉയർന്ന് ഒമാൻ 76-ാം സ്ഥാനത്തെത്തി. ഫെബ്രുവരിയിൽ ടീം 80-ാം റാങ്കിലായിരുന്നു. പിന്നീട് മാർച്ചിൽ 77-ലേക്ക് തിരിച്ചെത്തുകയും ഇത്തവണ ഒരു സ്ഥാനം കൂടി മെച്ചപ്പെടുത്തുകയുമാണ്. 1326.18 പോയിന്റാണ് ഒമാനുള്ളത്. 2.95 പോയിന്റ് വർദ്ധിപ്പിച്ചു. ലോകകപ്പ്, ഏഷ്യാകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ മലേഷ്യക്കെതിരെയുള്ള തുടർച്ചയായ 2 ജയങ്ങളും ചൈനീസ് തായ്പേയ്ക്കെതിരെയുള്ള ജയവും കിർഗിസ്ഥാനെതിരെയുള്ള സമനിലയും കുറിച്ച പ്രകടനങ്ങളാണ് ഒമാന്റെ സ്ഥാനം മെച്ചപ്പെടുത്തിയത്. പുതിയ പരിശീലകൻ ജെറോസ്ലാവ് സിൽഹാവിയുടെ കീഴിലുള്ള ആദ്യ മത്സരങ്ങളായിരുന്നു ഇത്. ഫിഫ റാങ്കിങ്ങിൽ ഒമാൻ കൂപ്പുകുത്തിയതിന് പിന്നാലെ മുൻ പരിശീലകൻ ബ്രാങ്കോ ഇവാങ്കോവിച്ചിന് പകരക്കാരനായാണ് ജെറോസ്ലാവ് സിൽഹാവി ഒമാൻ പരിശീലകന്റെ കുപ്പായമണിഞ്ഞത്. ടീമിന്റെ കളിശൈലിയിൽ ഉൾപ്പെടെ പൊളിച്ചെഴുത്തു നടത്തിയാണ് ജെറോസ്ലാവ് സിൽഹാവി ഒമാന് പുതിയ ഊർജം സമ്മാനിച്ചത്. ടീമിന്റെ പഴയകാല പ്രതാപങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണിതെന്ന് ഫുട്ബോൾ വിദഗ്ധരും വിലയിരുത്തുന്നു. അതേസമയം 2026 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ 2ാം ഘട്ടം പൂർത്തിയായപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ നിന്നും 1ാം സ്ഥാനക്കാരായി ഒമാൻ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ലോകകപ്പ് യോഗ്യതയുടെ 3ാം ഘട്ട നറുക്കെടുപ്പ് അടുത്ത ദിവസങ്ങളിലായി നടക്കും. ഇത്തവണ ലോകകപ്പ് യോഗ്യതയെന്ന് സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഒമാൻ. ഇതിനിടെ ഗ്രൂപ്പിൽ കൂടുതൽ പോയിന്റുമായി 2027 ഏഷ്യ കപ്പിനുള്ള യോഗ്യത ഒമാൻ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.